إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും പ്രിയം നിറഞ്ഞ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകം ഹിജ്റ വർഷം 1446 റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട മാസമാണ് റജബ് മാസം എന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ റജബ് മാസത്തിനും അതുപോലെ തന്നെ ശഅബാൻ മാസത്തിനും ഇസ്ലാം പഠിപ്പിക്കാത്ത, ഇസ്ലാം കൽപ്പിക്കാത്ത പ്രത്യേകതകൾ ചില ആളുകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. അത്തരം പ്രത്യേകതകൾ അവൻ നൽകുന്നത് പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും
അതുപോലെ തന്നെ നിർമ്മിതമായ കെട്ടിച്ചമച്ചുണ്ടാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഹദീസുകൾ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന വാറോലകൾ കൊണ്ടുമാണ് ഇത്തരം അനാചാരങ്ങൾ അതിൽ തെളിവ് പിടിക്കാറുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ അല്ലാഹു മാസങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാസം 12 മാസങ്ങളാണ്. എന്നാൽ ആ 12 മാസങ്ങളിൽ മിൻഹ 4 മാസങ്ങൾക്ക് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. ആ മാസങ്ങൾ എന്നത് ദുൽഖഅദ മാസവും ദുൽഹിജ്ജയും അതുപോലെ തന്നെ മുഹറവും റജബ് മാസങ്ങളാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തബരി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ സൂക്തത്തിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, എല്ലാ മാസങ്ങളിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുക എന്നത്, അധർമ്മം ചെയ്യുക എന്നത് നിഷിദ്ധമായ കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ, ആ 4 മാസങ്ങളിൽ ഒരു നിലക്കും സ്വന്തം ശരീരത്തോട് അക്രമങ്ങൾ ചെയ്തു പോകരുത് എന്ന് പറഞ്ഞാൽ ഹറാമുകൾ, തിന്മകൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ആ മഹത്വമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ ആ 4 മാസങ്ങളുടെ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതാണ് എന്നതാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം തബീർ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ, അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈതഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അസ്സനതു 12 ശഹ്റൻ മിൻഹാ 4 ഹുറും 3 മുതവാലിയാത്തുൻ ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബ് മുദറ അല്ലദി ബൈന ജുമാദ വശഅബാൻ. ഇമാം ബുഖാരി റഹിമഹുല്ലാ റിവായത്ത് ചെയ്ത ഹദീസാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്നത്തെ അതേ അവസ്ഥയിൽ തന്നെയാണ് കാലം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. ആ 12 മാസങ്ങളിൽ 4 പവിത്രമാകുന്നു, 3 അത് അടുപ്പിച്ച് തുടരെ വന്നവയാണ്. ആ 3 അതേതൊക്കെയാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം. ഈ 3 മാസങ്ങൾ അത് അടുപ്പിച്ചു വന്നതാണ്. വറജബു മുദറല്ലദി ബൈന ജുമാദ വശഅബാൻ. എന്നാൽ അതിൽ ഒന്ന് അതിന് ശേഷം വന്ന ജുമാദ അതുപോലെ ശഅബാൻ എന്നിവയ്ക്കിടയിലുള്ള മുദർ ഗോത്രത്തിന്റെ ആ മുദർ ഗോത്രം പവിത്രമായി കൽപ്പിച്ച, അവർ പവിത്രമായി കണ്ടിരുന്ന റജബ് മാസവുമാണ് 4ാമത്തേത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, റജബ് മാസം എന്നത് അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് എന്നത് ഈ ആയത്തിലൂടെയും ഈ ഹദീസിലൂടെയും വ്യക്തമായി നമുക്ക് മനസ്സിലായ കാര്യമാണ്. എന്നാൽ ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിന് വേറൊരു പ്രത്യേകതയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
കൽപ്പിച്ചിട്ടില്ല എന്നത് ഹദീസിലൂടെയോ ഖുർആനിലൂടെയോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ, ധാരാളം അന്ധവിശ്വാസങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ മാസം ആദ്യമായി ഈ മാസം അറിയിച്ച ആൾ, റജബ് മാസം ആദ്യമായി വിവരം തന്ന ആൾ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന കള്ളവയായ കെട്ടിച്ചമച്ച ഹദീസുകൾ പ്രചരണത്തിൽ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഈ മാസം ആദ്യം അറിയിച്ച വ്യക്തിക്ക് ധാരാളം പുണ്യമുണ്ട് എന്ന കള്ളമായ പ്രചരണങ്ങൾ, നരകം നിഷിദ്ധമാണ് എന്ന് പറയുന്ന ആളുകൾ, ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രത്യേകമായ നോമ്പനുഷ്ഠിക്കുന്ന, പ്രത്യേകമായി നമസ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി ധാരാളം തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ പ്രത്യേകമായി യാതൊരു നോമ്പോ യാതൊരു നിലക്കുമുള്ള നമസ്കാരമോ പ്രത്യേകമായ ഒരു ഉംറയോ, ഈ മാസത്തിൽ പുണ്യമുണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ച് അങ്ങനെ പ്രത്യേകമായി ഒരു അമൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു അമൽ പ്രത്യേകമായി ചെയ്താൽ അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് തള്ളപ്പെടേണ്ടതാണ്. അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. മാത്രമല്ല, പണ്ട് മുതലേ ഇത്തരം കാര്യങ്ങൾ പ്രചാരണത്തിലുണ്ട് എന്നതാണ്. നമ്മുടെ മുൻഗാമികൾ ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയതായി കാണാൻ സാധിക്കും. അതിൽ പ്രധാനിയാണ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹി രചിച്ച തബ്തീനുൽ അജബി ഫീ ഫളി ശഹ്രി റജബ് എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. റജബിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകൾ വ്യക്തമാക്കുന്നു എന്ന് പറയുന്ന കിതാബ്. അങ്ങനൊരു ഗ്രന്ഥം തന്നെ മുൻഗാമികൾ രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രത്യേകമായ നമസ്കാരമോ പ്രത്യേകമായ നോമ്പോ അതുപോലുള്ള ആരാധനാകർമ്മങ്ങൾ അതിന് യാതൊരു തെളിവും ഹദീസുകൾ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നതാണ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് വ്യക്തമാക്കി പറയുന്നതായി കാണാൻ സാധിക്കുക. അതുപോലെ സഹോദരങ്ങളെ, മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന ഏത് കാര്യവും ഈ മാസത്തിലും ചെയ്യാമെന്നല്ലാതെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഈ മാസത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും മതത്തിൽ ചെയ്താൽ, മതത്തിൽ പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് ഒരു പ്രത്യേകമായ നമസ്കാരം, ഒരു പ്രത്യേകമായ നോമ്പ്, പ്രത്യേകമായ സ്വലാത്ത്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിക്കപ്പെടാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ്. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ റജബും അതുപോലെ റജബ് മാസത്തിലെ മിഹ്റാജും. റജബ് മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വളരെയധികം പ്രചരിച്ച ഒരു കാര്യമാണ് ഇസ്രാ മിഹ്റാജ് എന്നത്. റജബ് മാസത്തിലെ 27-ാം രാവ് അന്ന് പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഹ്റാജ് യാത്ര പോയി റജബ് മാസത്തിലാണ് എന്ന് പറയപ്പെടുന്ന ചില ചരിത്ര പരാമർശങ്ങളല്ലാതെ സ്ഥിരപ്പെട്ടു വന്ന ഒരു രേഖയും അതുമായി കാണാൻ സാധിക്കുകയില്ല. ഇമാം ഷാഫിഈ മദ്ഹബിലെ മറ്റൊരു പണ്ഡിതനായ ഇമാം ഇബ്നുൽ അസ്വർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, റജബു ലൈസ ഫീ ശൈഉൻ മിൻ ദാലിക് ഐ ഫളായിലു സിവാ മാ യുശാരികു ഗൈറഹു മിൻ ശുഹൂരിഹി وكونه من الحرم. وقد ذكر بعضهم أن المعراج والإسراء كان فيه ولم يثبت ذلك. റജബ് മാസത്തിന് യാതൊരു നിലക്കും യുദ്ധം ചെയ്യാൻ പാടില്ല,
യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം. ആ നിലക്ക് മറ്റു മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളെപ്പോലെ തന്നെ അതിനുള്ള ഫضലുകൾ എന്തൊക്കെയാണോ ആ ഫضല് മാത്രമേ റജബ് മാസത്തിനുള്ളൂ. ആ മറ്റു മാസങ്ങളെക്കാളും പ്രത്യേകമായൊരു മറ്റ് യുദ്ധം ഹറാമാക്കപ്പെട്ട 4 മാസങ്ങൾ എണ്ണി ആ മാസങ്ങളെപ്പോലെ പവിത്രതയുണ്ട് എന്നല്ലാതെ വേറൊരു പ്രത്യേകതയും ഈ മാസത്തിനില്ല എന്നാണ്. എന്നിട്ട് പറയുകയാണ്, ഇസ്രാഉം മിറാജും ഉണ്ടായത് റജബ് മാസത്തിലാണ് എന്ന് അത് സംഭവിച്ചത് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല എന്നാണ്. ഷാഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ മാസത്തിൽ പ്രത്യേകമായൊരു നോമ്പും ദീനിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല റജബ് മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രചരിപ്പിക്കപ്പെട്ട ഹദീസുകളുണ്ട്. ആ ഹദീസിൽപ്പെട്ട ഒരു ഹദീസാണ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ യൗമ السابعة والعشرين من رجب كتب له ثواب صيام 60 شهرا. ആരെങ്കിലും റജബ് മാസത്തിൽ ആ റജബ് മാസത്തിന്റെ 27ാമത്തെ ദിവസം 27ാം രാവിൽ നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ചവന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തുകയുണ്ട് എന്ന കള്ളയമായ ഹദീസ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? ഈ ഹദീസ് മൗദൂ ആണ് എന്നാണ്. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രാ മിറാജ് നടന്നത് റജബ് മാസത്തിലാണെന്ന് ആ പേരുള്ള നോമ്പ് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ സംഭവം നടന്നത് റജബ് 27 ആണ് എങ്കിൽ തന്നെ ആ ദിവസത്തിൽ പ്രത്യേകം നോമ്പ് എടുക്കണമെങ്കിൽ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്കുണ്ടായിരിക്കണം. ഇസ്രാ മിറാജ് യാത്ര കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചതായി നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആനിലൂടെയോ പ്രവാചകന്റെ സ്വഹീഹായ തിരുസുന്നത്തിലൂടെയോ അതിന്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം ബിദ്അത്തും അത് നമ്മൾ തള്ളപ്പെടേണ്ടതുമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകൻ പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം അത് നമ്മുടെ മതത്തിന്റെ കാര്യത്തിൽ വല്ലവനും അത് പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസത്തിന്റെ ആ മാസത്തിൽ റജബ് മാസത്തിന് പുണ്യമുണ്ട്, അതിന് ഫضലുണ്ട് എന്ന് നമ്മൾ അറിയണം. എന്നാൽ അതിനപ്പുറത്തേക്ക് പ്രത്യേകമാക്കപ്പെട്ട ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ദിക്റുകൾ ചെയ്യുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സുന്നത്തായ നോമ്പുകൾ നമ്മൾ എടുക്കുന്നു. അതൊക്കെ നമുക്ക് എടുക്കാം. അതിനെല്ലാം മറ്റു മാസങ്ങളെക്കാളും പുണ്യം ലഭിക്കുമെന്നതിന് തർക്കമില്ല. എന്നാൽ ഇന്നൊരു ദിവസം ഇന്ന സമയം പ്രത്യേകമാക്കി നോമ്പനുഷ്ഠിക്കുന്നതോ പ്രത്യേക സമയമാ കൽപ്പിച്ച് നമസ്കരിക്കുന്നതോ അതാണ് കൽപ്പിക്കപ്പെടാത്തത്, അതാണ് തള്ളപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ റജവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്ത്, അനാചാരങ്ങൾ എന്ത് എന്നത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. എല്ലാത്തരം ദുരാചാരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് സൂക്ഷ്മതയോടെ തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റജവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട, ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മാസത്തോട് അനാദരവ് നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാടില്ല.
അനാദരവ് കാണിക്കാൻ പാടില്ല എന്നത് വിശ്വാസികളോട്, സത്യവിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉണർത്തിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മാസത്തിൽ തിന്മകൾ ചെയ്തും പാപങ്ങൾ പേറിക്കൊണ്ടും അതുപോലെ നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്വദേഹങ്ങളോട് അതിക്രമം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അള്ളാഹു പ്രത്യേകം വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 36-ാമത്തെ വചനം ഞാൻ ഓതിവെച്ച ആയത്തിൽ അതാണ് പറഞ്ഞത്. 4 മാസങ്ങൾ പവിത്രമാക്കിയിട്ടുണ്ട്. ആ മാസത്തിൽ ധാരാളമായി നന്മകൾ ചെയ്യണം, എല്ലാത്തരം തോന്നിവാസങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു കൽപ്പിച്ച വാജിബാത്തുകളായ കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച സുന്നത്തായ കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം സുന്നത്തുകൾ നമ്മൾ അധികരിപ്പിക്കണം. അതിനൊരു കണിശത നമ്മൾ കാണിക്കണമെന്നതാണ്. അതിലൊരു കൃത്യത നമുക്കുണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നതാണ്. 4 മാസങ്ങളിൽ ആ 4 മാസങ്ങൾ പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. ആ മാസങ്ങൾക്ക് മറ്റുള്ള മാസങ്ങളെക്കാളും നന്മകൾ ചെയ്താൽ അതിന് പുണ്യം ധാരാളമായി പുണ്യം രേഖപ്പെടുത്തി വെക്കുമെന്നതാണ്. മാത്രമല്ല ഈ മഹത്വമല്ലാതെ മറ്റൊരു മഹത്വവും ഈ മാസങ്ങൾക്കില്ല എന്നതാണ്. ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ മഹത്വങ്ങൾക്കപ്പുറമായി ആരെങ്കിലും ചെയ്താൽ ആ മഹത്വങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലത്ത് നടമാടിയിരുന്ന പ്രവർത്തനങ്ങളാണ് എന്നതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്ന് വന്ന ഹദീസിൽ കാണാം, ഇന്നമാ റജബു ശഹറ കാന യുഅസ്ലമുഹു അഹ്ലുൽ ജാഹിലിയ്യ ഫലമ്മാ ജാഅ അൽ ഇസ്ലാമു തുരിക്. റജബ് മാസം എന്നത് അത് ജാഹിലിയത്തിലെ ആളുകൾ മഹത്വവൽക്കരിച്ചിരുന്നൊരു മാസമാണ്. എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷം അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നതാണ്. ഇസ്ലാം വന്നതിന് ശേഷം ജാഹിലിയത്തിൽ മഹത്വവൽക്കരിച്ചിരുന്ന എല്ലാത്തരം ദുരാചാരങ്ങളും അതെല്ലാം എടുത്തൊഴിവാക്കപ്പെട്ടു എന്നതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഈ അനാചാരങ്ങൾക്കെല്ലാം എല്ലാത്തിനുള്ള പിൻബലം എന്നത് കള്ള ഹദീസുകൾ മാത്രമാണ്. എന്നാൽ ധാരാളം കെട്ടിച്ചമച്ച ഹദീസുകൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ മാസത്തിൽ ആചരിച്ചത് അത് ആചരിക്കുകയും അതല്ലാത്ത കാര്യങ്ങൾ തള്ളപ്പെടുകയും ചെയ്യണം. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ, ഒരു ആചാരം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി പരിശോധിക്കുക, പരിശുദ്ധ ഖുർആന്റെ പിൻബലമുണ്ടോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിന്റെ പിൻബലമുണ്ടോ എങ്കിൽ നമ്മൾ ചെയ്യുക. അതല്ലാത്തതാണെങ്കിൽ, എത്ര നല്ലതാണെങ്കിലും, എത്ര പുണ്യമാക്കപ്പെട്ടതാണെങ്കിലും, എത്ര പവിത്രത പറഞ്ഞാലും അത് നമ്മൾ ഒഴിവാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ രാവിലെ 2 റക്അത്ത് സുബ്ഹി നമസ്കരിക്കുന്നു. ഒരാൾ നാളെ വന്ന് സുബ്ഹി 3 റക്അത്താണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാൾ പറയുകയാണ്, നിസ്കാരമല്ലേ, ഒരു വക്ത് കൂടിയതല്ലേ, ഫാത്തിഹയല്ലേ, റുകൂ അല്ലേ, സുജൂദല്ലേ, ദിക്റുകളല്ലേ എന്ന് പറഞ്ഞ ഒരാൾ 3 റക്അത്ത് സുബ്ഹി നമസ്കരിച്ചാൽ എന്തായിരിക്കും സഹോദരങ്ങളെ നമ്മുടെ നിലപാട്? നമ്മൾ പറയും, അല്ലാഹു റസൂൽ 2 റക്അത്താണ് നമസ്കരിച്ചത്, ആ 2 റക്അത്തിനപ്പുറം നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്നത് നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. ആ പ്രവാചകൻ എന്താണോ കൊണ്ടുവന്നത് അതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് എത്ര തന്നെ നല്ല കാര്യങ്ങൾ കാണിച്ചു തന്നാലും നമ്മൾ തള്ളപ്പെടണം. അത് നിസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, ദിക്റാണെങ്കിലും, ഖുർആൻ പാരായണമാണെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും പ്രത്യേകത കൽപ്പിക്കുന്നുണ്ടോ പ്രവാചകന്റെ ശരി അതിലുണ്ടാകണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ബിദ്അത്തുകളിൽ നിന്നും, എല്ലാത്തരം
ദുരാചാരങ്ങളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, എല്ലാത്തരം ശിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് മായിച്ചു പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അനേകം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ബിസിനസ് തകർച്ചകൾ കൊണ്ടെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. കടബാധ്യതകളുള്ള ആളുകൾക്ക് ഹലാലായ രീതിയിൽ നല്ല മാർഗത്തിലൂടെ കൊടുത്തുകൂട്ടുവാനുള്ള മാർഗവും നീ കാണിച്ചു കൊടുക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗങ്ങൾ കൊണ്ട് വേദനകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്കും സാധാരണക്കാരായ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ മായ്ച്ചു കൊടുക്കുകയും അവർക്കുള്ള അതിനുള്ള പ്രയാസങ്ങൾക്കുള്ള പകരമായി നീ സ്വർഗം നൽകുകയും ചെയ്യണ റഹ്മാനെ. അല്ലാഹുമ്മ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.